ഉച്ചക്കത്തേക്കുള്ള ചിക്കനും മീനും വാങ്ങി വന്നവൾ തന്നെയാണ് അത് പാചകം ചെയ്യാൻ കയറിയത്. ആതിരയ്ക്കും ശ്വേതയ്ക്കും സഹായികളായി നിൽക്കേണ്ടി മാത്രം വന്നുള്ളൂ. ശരത്തിന് പാചകം ചെയ്യാനൊക്കെ നല്ല താല്പര്യമാണ്. അതിനുള്ള സമയം കിട്ടാറില്ലെന്ന പരാതി മാത്രം. അത്യാവശ്യം തിരക്കുള്ള വണ്ടികളുടെ സ്പെയർ പാർട്സൊക്കെ വിൽക്കുന്ന ഷോപ്പാണ് ശരത്തിന്. സേതി വീട് ക്ലീൻ ചെയ്യലും അടിയും തുടയുമായി നിന്നപ്പോൾ നിള സേതുവിനെ കൊണ്ട് പുറത്തേക്കിറങ്ങി. കൂടെ ചാരുവും മയിയുമുണ്ട്. മുറ്റവും വീടിൻ്റെ ചുറ്റുവരവും നല്ല ഉറച്ചു കിടക്കുന്ന മണ്ണായതുകൊണ്ട് വീൽ ചെയർ നീക്കാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. ശരത്തിൻ്റെ വീടിൻ്റെ അടുക്കള സൈഡിലായി നീളൻ വരാന്തയുണ്ട്. മയിയുടെയും ചാരുവിൻ്റെയും കളിസ്ഥലമാണ്. അവരുടെ കിച്ചൺ സെറ്റും ഡോക്ടർ സെറ്റുമെല്ലാം നിളയ്ക്കും സേതുവിന് മുന്നിൽ നിരന്നു. സേതു അധികം സംസാരിക്കില്ലെങ്കിലും കുട്ടികളോട് ഒത്തു സമയം ചിലവിടാൻ അവനിഷ്ടമാണ്. നിള നീലിമയെ കൂടി വീഡിയോ കോൾ ചെയ്ത് കുട്ടികളെയും സേതുവിനെയും പരിചയപ്പെടുത്തി. സേതി പിന്നെ പണിയൊക്കെ ഒതുക്കി അവരെ കഴിക്കാൻ വിളിക്കാനാണ് വന്നത്. ഉച്ചയ്ക്ക് നല്ല സ്വാദുള്ള ഭക്ഷണം എല്ലാവരും ആസ്വദിച്ചു കഴിച്ചു. പിന്നെ ഒരു വിശ്രമവും കഴിഞ്ഞു വൈകിട്ടത്തെ ചായയും കുടിച്ച് സേതിയും നിളയും പോകാനൊരുങ്ങി. ഇതിനിടയിൽ ഒരിക്കൽ പോലും സേതിക്ക് വിശ്വജിത്തിനോട് തനിച്ച് സംസാരിക്കാൻ അവസരം കിട്ടിയില്ല. നിള അവനെ ഒട്ടും മൈൻഡ് ചെയ്യാതെ നടക്കുന്നത് അവളെ കൂടുതൽ അസ്വസ്ഥത ആക്കുകയും ചെയ്തു. പോകാൻ യാത്ര പറയുന്ന നേരം ശ്വേത നിളയോട് ഇനിയും വരണമെന്ന് പറഞ്ഞു. അന്നേരം കാല് പിടിക്കും പോലെ പറഞ്ഞ് അടുത്ത വീക്ക് സേതിയെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടാനുള്ള അനുവാദം നിള വാങ്ങിയെടുത്തു. ശ്വേതയ്ക്ക് താല്പര്യം പോരായിരുന്നു. പിന്നെ ശരത്തും ആതിരയും കൂടി പറഞ്ഞതുകൊണ്ട് ഒറ്റ തവണത്തേക്ക് സമ്മതിച്ചു. സേതി ആദ്യമേ ബാക്ക് സീറ്റിൽ കയറിയിരുന്നു. ശരത്ത് ഫ്രണ്ട് ഡോർ തുറന്ന് പിടിച്ചു നിന്നതുകൊണ്ട് നിളയ്ക്ക് വിശ്വജിത്തിനൊപ്പം മുന്നിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. കുറേ ദൂരം കാറിൽ തീർത്തും നിശബ്ദമായിരുന്നു. നിള അത്രയും നേരം ആലോചിച്ചു കൊണ്ടിരുന്നത് താൻ എന്തിന് വിശ്വജിത്തിനോട് മിണ്ടാതിരിക്കണം. അതിന് മാത്രം എന്ത് നടന്നു? ആൾക്കൊരു ഇഷ്ടമുണ്ടെന്ന് അറിയാതെ ചെന്ന് ചോദിച്ചത് താനല്ലേ? ആളുടെ ഉള്ളിലുള്ളത് പറഞ്ഞു. അതല്ലേ ശരി? ഇവിടെ ഇപ്പോൾ താൻ മിണ്ടാതെ നടക്കേണ്ട ആവശ്യം എന്താണ്? ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷയോ ഇഷ്ടമോ താൻ അറിയാതെ ഉടലെടുത്തിരുന്നോ? അങ്ങനെയൊരു ചിന്ത വന്നതേ നില തല കുടഞ്ഞു. സാറേ, നല്ല സോങ്ങൊന്നുമില്ലേ സാറിൻ്റെ കാറിൽ? ചിന്തകളെ തൂത്തുകളഞ്ഞു നില തന്നെ സംസാരിച്ചു തുടങ്ങി. അതിന് ഇതെൻ്റെ കാറല്ലല്ലോ, അവനൊരു ചിരിയോടെ പറഞ്ഞു. ഓ വേണ്ട സേതി, നിൻ്റെ ഫോണിൽ മൂവി ഡൗൺലോഡ് ചെയ്തില്ലേ? കാണാം നമുക്ക്. വിഷയത്തിൻ്റെ മറുപടി നില സേതിക്ക് നേരെ തിരിഞ്ഞു. ഞാൻ ഉറങ്ങാൻ പോവാ, ചെന്നിട്ട് പഠിക്കാനൊക്കെ ഉള്ളതാ. സേതി സീറ്റിലേക്ക് ചാഞ്ഞു. എന്നാൽ നീയേ ആ ഫോണും ഹെഡ്ഫോൺ എന്താ? നിള അവളിൽ നിന്ന് ഫോൺ വാങ്ങി മൂവി കണ്ടിരുന്നു. സേതി ഒന്ന് മയങ്ങി. വിഷിത്ത് ഒരിളം ചിരിയോടെ ഡ്രൈവ് ചെയ്തു. ആ ഡ്രൈവ് അവൻ ഒട്ടും ബോറായി തോന്നിയില്ല. അതിന് കാരണം അടുത്തിരിക്കുന്നവൾ തന്നെയാണ്. സത്യത്തിൽ അവളിലേക്ക് പോകുന്ന മിഴികളെ അടക്കി ഡ്രൈവ് ചെയ്യാൻ അവൻ പാടുപെട്ടു എന്നുള്ളതാണ്. ഹോസ്റ്റലിൽ എത്തിയപ്പോഴേക്കും നല്ലപോലെ ഇരുട്ട് വീണിരുന്നു. വിശ്വജിത്തും അവർക്കൊപ്പം ഇറങ്ങി. ഹോസ്റ്റൽ വാർഡനോട് സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങും മുന്നേ അവൻ നിലയുടെ കൈ പിടിച്ച് ഗാർഡൻ്റെ സൈഡിലേക്ക് മാറി നിന്നു. അതേ, നില ചോദിച്ചതുപോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി കോളേജിലെ സ്റ്റുഡൻറ്റ് തന്നെയാ. പക്ഷേ ഞാൻ അവളെ ആദ്യമായി കണ്ടത് ഇവിടെ വെച്ചല്ല. അത് കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ്. ചേച്ചിയെ വായി നോക്കിയവരെ കണ്ണു തുറപ്പിച്ച് നോക്കിയ ഒരു കൊച്ചു സുന്ദരി. എന്തോ അവളെ എനിക്കങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സൈക്കിളിൻ്റെ പിന്നാലെ എന്നെ തല്ലാൻ ഓടി വന്നപ്പോൾ ആ ഇഷ്ടം ഇത്തിരി കൂടി. പിന്നെ അവളെ തേടി ഞാൻ ആ വഴി കുറേ അലഞ്ഞിട്ടുണ്ട്. ഇക്കരെ കടവിലിരുന്ന് അവളുടെ കലപില കൂട്ടൽ കുറേ ആസ്വദിച്ചിട്ടുമുണ്ട്. എന്നാൽ അവളെൻ്റെ പ്രാണനാണെന്ന് തിരിച്ചറിഞ്ഞത് ജീവൻ പിടിച്ചു നിർത്താൻ അവൾ ആ പുഴയിൽ കയ്യും കാലും അടിച്ചു മുങ്ങിത്താൻ നിമിഷമാണ്. അന്ന് ആ പുഴയുടെ അടിത്തട്ടിൽ നിന്ന് അവളെ വലിച്ചു കയറ്റുമ്പോൾ ഞാൻ എന്തുമാത്രം ഭയന്നെന്നറിയോ? പിന്നീട് ആ നാട്ടിൽ നിന്ന് അവൾ പോയപ്പോൾ വേദനിച്ചത് ഇത്തിരിയൊന്നുമല്ല. പിന്നെ വർഷങ്ങൾക്ക് ശേഷം അവളെ കണ്ടതോ അങ്ങേയറ്റം വേദന താങ്ങി ഹോസ്പിറ്റൽ വരാന്തയിൽ. വാക്കുകൾ കിട്ടാതെ ശ്വാസം കനച്ച് അവളുടെ ആ വേദന നേരിട്ട് കണ്ട ഓർമ്മയിൽ ചിന്തകൾ നിന്നുപോയി. അവൻ കൈപിടിച്ച് കൊണ്ടുവന്നപ്പോഴേ അന്തം വിട്ടവൾ അവൻ്റെ വാക്കുകൾ ഉള്ള ബോധം കൂടി പോകാതിരിക്കാൻ പാടുപെട്ടു. 2 വർഷം കടന്ന് വീണ്ടും ഈ കോളേജ് വരാന്തയിൽ അവളെ കണ്ടപ്പോൾ ഉള്ളു നിറച്ചും സന്തോഷമായിരുന്നു. പിന്നീട് അവളെ തനിക്ക് കിട്ടിയില്ലേ എന്നൊരു ഭയവും തോന്നി. പക്ഷേ ഇനി ദൈവം തമ്പുരാൻ നേരിട്ട് വന്നിറങ്ങി പറഞ്ഞാലും ഞാൻ ആ പെണ്ണിനെ ആർക്കും വിട്ടുകൊടുക്കില്ല. അവൾ എൻ്റെയാ, എൻ്റെ മാത്രം, വിശ്വജിത്ത് ഉറപ്പോടെ പറഞ്ഞു. നില ഇപ്പോഴും ആ നിൽപ്പാണ്. അവൻ പറഞ്ഞത് അപ്പാടെ തലയിലേക്ക് കയറിയെങ്കിലും അത് ഹൃദയത്തിൻ്റെ ഭാഷയിലേക്ക് പരിവർത്തനപ്പെട്ടെത്താൻ സമയമെടുത്തു. അവളുടെ ആ നിൽപ്പ് നോക്കി കുഞ്ഞൊരു ചിരിയോടെ അവൻ 2-3 ചൂട് പിന്നിലേക്ക് വെച്ചു.
പിന്നെ എല്ലാം കേട്ട് കണ്ണുവിടർത്തി നിൽക്കുന്ന സേതിയെ നോക്കി കണ്ണ് ചിമ്മി പുറത്തേക്ക് നടന്നു. നിള ആ നിൽപ്പ് കുറച്ചു നേരം കൂടി നിന്നു. അപ്പോഴും അവൻ പറഞ്ഞ വാക്കുകൾ എല്ലാം ഉള്ളിലൂടെ തിരിഞ്ഞും മറിഞ്ഞും പോയിക്കൊണ്ടേയിരുന്നു. സേതി. കുറച്ചു നേരം കഴിഞ്ഞ് ബോധം വന്നതുപോലെ നിള അവൾക്കടുത്തേക്ക് ഓടിച്ചെന്നു. നിന്റെ മാവും പൂത്തു മോളെ. സേതി നിലയെ കെട്ടിപ്പിടിച്ച് 2 ചാട്ടം ചാടി. ഉള്ളം അവനെ ആഗ്രഹിച്ചിരുന്നു എന്ന് തെളിയിക്കും വിധം ഉള്ളൊന്ന് കുളിർത്തത് അവൾ അറിഞ്ഞു. സേതി അവളെയും വലിച്ചു റൂമിലേക്ക് ഓടി. ഓടുന്നതിനിടയിലും നിള അവൻ പോയ വഴിയെ തിരിഞ്ഞു നോക്കി. ജിതിനേട്ടാ, മതി, ഡ്രൈവ് ചെയ്ത് പോണ്ടതല്ലേ. പിന്നെയും ക്ലാസ്സിലേക്ക് മദ്യം പകരുന്ന ജിതിനെ വിശ്വജിത്ത് തടഞ്ഞു. ഏയ്, അതിന് മാത്രം ഫിറ്റൊന്നുമല്ല ഞാൻ. ജിതിൻ ഒഴിച്ചു വെച്ച ആ ഗ്ലാസ് എടുത്ത് കുടിച്ചത് വിശ്വജിത്താണ്. ഡാ. പ്രജിൻ അവൻ്റെ കയ്യിൽ തട്ടി. നീ വിഷമിക്കേണ്ട വിശ്വ. അവൾ വരും. ഞാൻ കാരണമാണ്. വായെ വന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് അവളെ തകർത്തത് ഞാനാണ്. ആ സങ്കടത്തിലാണ് അവൾ പോയത്. ജിതിൻ പറയുന്നത് കേട്ട് വിശ്വജിത്ത് മിണ്ടാതെ തലയെ 2 കൈയും വെച്ച് കുനിഞ്ഞിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു നിന്നിരുന്നു. അവസാന നിലയെ കണ്ടപ്പോൾ ആ കണ്ണുകളും ഇതുപോലെ നിറഞ്ഞിരുന്നു. മതി, എണീറ്റ്, ഞാൻ കൊണ്ടുവിടാൻ ജിതിനേട്ടാ. നീലിമ ചേച്ചി നോക്കിയിരിക്കായിരിക്കും. ഇന്നത്തോടെ നിർത്തിക്കോ രണ്ടും ഈ സങ്കടം പറഞ്ഞുള്ള കുടി. പകൽ പിള്ളേർക്ക് മുന്നിൽ ഡീസൻ്റായി നടന്നിട്ട് രാത്രി അവൻ പാടത്ത് വന്നിരുന്ന് കുടിക്കി. വിശ്വജിത്തിൻ്റെ പുറത്തൊന്ന് അടിച്ചു ജിതിനെ കയ്യിൽ പിടിച്ച് എണീപ്പിച്ചു പ്രജിൻ. വാടാ. വിശ്വജിത്തിനെ കൂടി വിളിച്ചിട്ട് കയ്യിൽ കരുതിയ കവറിൽ കുപ്പിയും പ്ലാസ്റ്റിക് ഗ്ലാസും എടുത്തു വെച്ചു. ആദ്യം ജിതിനും പിന്നെ പ്രജിനും അതിന് പിന്നിൽ വിശ്വജിത്തുമായി തെങ്ങിൻതിട്ട കടന്ന് പറമ്പിലേക്ക് ഇറങ്ങി. മൊബൈലിൻ്റെ ലൈറ്റ് തെളിച്ച് പിടിച്ച് 2 ആളെയും നോക്കി നോക്കിയാണ് അവൻ്റെ നടത്തം. 2 ആളും ഫിറ്റൊന്നുമല്ല. ഉള്ളിലെ സങ്കടമാണ് അവരെ തളർത്തുന്നതെന്ന് പ്രജിനറിയാം. പറമ്പിൽ നിന്ന് കയറുന്ന റോഡിൽ ജിതിൻ്റെ കാറ് കിടപ്പുണ്ട്. ഞാൻ കൊണ്ടുവിടാം. വേണ്ട പ്രജിൻ, ഞാൻ പോയിക്കോളാം. പയ്യെ പോയാൽ മതി. ജിതിൻ കാറിൽ കയറിയത് വിശ്വജിത്ത് വിൻഡോയുടെ അടുത്ത് വന്നെന്ന് പറഞ്ഞു. അവൻ്റെ കയ്യിലൊന്ന് തട്ടി ജിതിൻ കാറ് പതുക്കെ തന്നെ മുന്നോട്ടെടുത്തു. കാർ നീങ്ങിയതും വിശ്വജിത്ത് അലസമായി മുന്നോട്ട് നടന്നു. ഗേറ്റ് കടന്ന് അകത്തേക്ക് പോകുന്നവനെ വല്ലായ്മയോടെ നോക്കി നിന്നു പ്രജിൻ. നേരം കുറച്ചായതുകൊണ്ട് ബാക്കിയുള്ളവർ ഉറക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു. വിശ്വജിത്ത് വീടിനകത്തേക്ക് കയറിയതും പ്രജിൻ്റെ കയ്യിലെ ഫോൺ റിങ് ചെയ്തു. ഫോണിലും അവൻ്റെ കയ്യിലെ മോതിരവിരലും ആ പേര് ഒരുപോലെ തിളങ്ങി. സേതി. തന്നെ കാത്തിരിക്കുന്ന നീലിമയെ ഓർത്തപ്പോൾ ഹൈവേയിൽ ജിതിൻ്റെ കാറിൻ്റെ സ്പീഡ് കൂടി. എന്നാലും വളരെ ശ്രദ്ധയോടെ അവൻ ഡ്രൈവ് ചെയ്തു. വീട്ടിലേക്ക് കാർ ചെന്ന് നിന്നതും ഹാളിലെ ലൈറ്റ് തെളിഞ്ഞു. ജിതിൻ കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും വാതിൽ തുറന്നു. ജിതിൻ വാതിൽക്കൽ നിൽക്കുന്ന നീലിമയെ നോക്കി. അവൻ്റെ നോട്ടം അവളുടെ നിറഞ്ഞ മിഴിയിലേക്കും നിറവയറിലേക്കും ഒരുപോലെ എത്തി നിന്നു. അവൻ്റെ മുഖം കുനിഞ്ഞുപോയി. തുടരും. സ്നേഹത്തോടെ, അഭിനവ്.